ഇവിടെ വരെ തീർത്ഥയാത്ര, ഹോളി ഹോം മിനിസ്ട്രിയുടെ തീർത്ഥയാത്ര എന്ന പ്രോഗ്രാമിന്റെ 10ാം ദിവസമാണെന്ന് നമുക്കറിയാം. അഭിവന്യ പിതാക്കന്മാര്, ശ്രേഷ്ഠരായ വൈദിക ശ്രേഷ്ഠര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഒത്തിരി സുവിശേഷകന്മാരൊക്കെ വന്ന് വചന വിചിന്തനം നടത്തി കഴിഞ്ഞു പോയ ദിവസങ്ങളാണ്. ഈ ദിനത്തിലേക്ക് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഷിബുവിനും ഷിജുവിനും ഒത്തിരി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അവരുടെ 50ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ദിവസമാണ്. ജൂബിലിയിലേക്ക് കടന്നിരിക്കുന്ന അവർക്ക് അസാധ്യ കാര്യങ്ങളുടെ സാധിക്കുന്ന പരിശുദ്ധാത്മാവ് സമൃദ്ധമായ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇത് നൊയമ്പ് കാലമാണ്. നൊയമ്പ് കാലത്തിൽ നമ്മൾ തപസ് കാലം എന്ന് പറയും, നൊയമ്പ് കാലം എന്ന് പറയും. ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദിവസങ്ങളാണ്. പക്ഷേ നമ്മുടെ പാപപരിഹാര അർത്ഥം മാത്രമല്ല നമ്മൾ ഈ ഉപവസിക്കുകയും നോമ്പാചരിക്കുകയും ചെയ്യുന്നത്. ഈ പ്രശ്ന സങ്കീർണമായ അല്ലെങ്കിൽ പ്രലോഭന സങ്കീർണമായ ഈ ലോകത്തില് ആന്തരിക വിശുദ്ധിയോടുകൂടി ആത്മധൈര്യത്തോടുകൂടി ജീവിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അചഞ്ചലമായി നിലനിൽക്കാനായിട്ടുള്ള കൃപാവരങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഇത് ആചരിക്കുന്നത്. ഇവിടെ ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗം അല്ലെങ്കിൽ വിഷയം ആക്ഷേപവും കളിയാക്കലും കുറ്റപ്പെടുത്തലും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈശോയുടെ പീഡാസഹനത്തിന്റെ കാലഘട്ടത്തിലേക്കാണ് നമ്മളെ ഇത് നയിക്കുന്നത്. വിശുദ്ധ ലൂക്കാസ് വിശേഷത്തിലെ 22ാം അധ്യായത്തിലെ 63ാം തിരുവചനമാണ് ഇതിനാധാരമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആ വചനഭാഗം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ ലൂക്കാസ് വിശേഷം 22ാം അധ്യായം 63ാം തിരുവചനം. യേശുവിന് കാവലിൽ നിന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട്, നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അവൻ അവരെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സന്ദർഭം അറിയാം. യേശുവിനെ ഗെത്സമൻ തോട്ടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പ്രധാന പുരോഹിതന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. പ്രധാന പുരോഹിതന്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ അതിനകത്തേക്ക് കടക്കാനായിട്ട് ഒരുങ്ങുന്ന യേശുവിനെ അവിടെ നിന്ന് അടിക്കുന്ന സംഭവമാണ് നമുക്ക് കാണുന്നത്. എന്തിനാണ് ഈ കാവൽ നിന്നവർ അടിക്കുന്നത്? നമുക്കറിയാം, ഈശോ തൻ്റെ ജനനം മുതൽ മരണം വരെ ഉള്ള കാലഘട്ടങ്ങളിലെല്ലാം ഈ അപവാദവും ഈ കളിയാക്കലും ഒക്കെ അനുഭവിച്ച വ്യക്തിയാണ്. നമുക്കറിയാം, ഈശോ ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 18ാം അധ്യായത്തില് 21, 22 തിരുവചനങ്ങൾ നമുക്കറിയാം. ഈശോയെ പ്രധാന പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞപ്പോൾ ഈശോയോട് ചോദ്യം ചോദിക്കുകയാണ് പ്രധാന പുരോഹിതൻ. നീ എൻ്റെ പ്രബോധനങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചതൊക്കെ കേട്ടവർ ഇവിടെ തന്നെ ഉണ്ട്, അവരോട് ചോദിക്കുക എന്ന് പറഞ്ഞപ്പോൾ പ്രധാന പുരോഹിതന്റെ മുമ്പിൽ വെച്ച് ഈശോയെ അടിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്നറിയാം, ഈ ഒരു കുറ്റം ചാർത്തപ്പെട്ടവന് അല്ലെങ്കിൽ ഒരു കുറ്റവാളിക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് ന്യായാധിപന്മാരുടെ മുമ്പിലെ, ജഡ്ജിയുടെ മുമ്പിലൊക്കെ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ കുറ്റം ചാർത്തപ്പെട്ടവരെ പോലീസിന്റെ കയ്യിൽ കൊടുക്കാതെ നേരെ ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഒന്നെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുക അല്ലെങ്കിൽ ജാമ്യം കിട്ടുകയൊക്കെ ചെയ്യുന്ന കാര്യം. ഇത് സ്വാഭാവിക നീതിയാണ്, നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയും. അത് നിഷേധിക്കാൻ പാടില്ല. യേശു ക്രിസ്തുവിന് അതുപോലും നിഷേധിക്കപ്പെട്ടു. ഈ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് ഒരു പോലീസുകാരൻ കുറ്റവാളിയെ തല്ലിയിട്ടില്ല. പക്ഷെ ഈശോ അതും സഹിച്ചു. എന്തിനാണ് ഈ സഹനങ്ങളെ ഈശോ ഏറ്റെടുത്തത്? അല്ലെങ്കിൽ എന്തിനാണ് ഈശോയ്ക്ക് ഇതെല്ലാം ലഭിച്ചത്? സഹോദരി കുരിശിന്റെ വഴി പ്രാർത്ഥിച്ചപ്പോൾ 7ാം സ്ഥലത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53ാം അധ്യായത്തില് 4ാമത്തെ തിരുവചനം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾ
വേണ്ടിയാണ് ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മൾക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഇവൻ ഇത് അനുഭവിച്ചത്, ഇതിലൂടെ കടന്നു പോയത് എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷേ ഈ സഹനങ്ങളൊക്കെ നമ്മൾക്ക് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ ജീവിതത്തിലെ സഹനങ്ങൾ അനിവാര്യമാണെന്ന് നമുക്കറിയാം. ക്രൈസ്തവ ജീവിതം സ്തുതിയുടെയും അല്ലെങ്കിൽ സൗഖ്യത്തിൻ്റെയും ജീവിതമല്ല, മറിച്ച് അത് സഹനത്തിൻ്റെ ജീവിതം കൂടിയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഈ വചന ശുശ്രൂഷയിലേക്ക് കടന്നു പോകുമ്പോൾ, വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 16-ാം അധ്യായത്തില് പൗലോസും സീലാസും തടവറയിൽ അത്ഭുതത്തിന് ശേഷം അവിടുത്തെ കാവൽക്കാരായ ഭടന്മാർ ചോദിച്ചു, യജമാനന്മാർ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസ്ലിയ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. വിശ്വാസത്തിലൂടെ കുടുംബം രക്ഷപ്രാപിക്കുമെന്നാണ് പറഞ്ഞത്. റോമലേഖനത്തിലെ 10-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ എന്താ പറയുന്നത്? നീ അധരം കൊണ്ട് ഏറ്റുപറയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു. എങ്ങനെയാന്ന്? മർക്കോസ് സുവിശേഷത്തിന്റെ 13-ാം അധ്യായം 13-ാം തിരുവചനം, എന്റെ നാമത്തിൽ നിങ്ങളെ പലരും ദ്വേഷിക്കും, അവസാനം വരെ സഹിക്കുന്നവൻ രക്ഷപ്രാപിക്കുന്നു. സഹനം ക്രൈസ്തവ ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷപ്രാപിക്കുക. അപ്പോൾ സഹനത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോകുന്ന നമ്മളെല്ലാവരും ഇത് സ്വീകരിക്കാനായിട്ട് കടപ്പെട്ടവരാണെന്നുള്ളത് നമ്മൾ കുരിശിന്റെ വഴി ചെല്ലുമ്പോൾ 14 ഇടങ്ങളിൽ പറയും, പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈ മാതാവിനൊക്കെ വലിയ സന്തോഷമാണ്. ഇതെന്ന് ഇത്രയും പേര് ആവേശത്തോടുകൂടി പറയാ, സഹനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഈശോയുടെ സഹനങ്ങൾ ഞങ്ങളെ ഭാഗവാക്കാകണമേ, അവൻ്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? ഇപ്പൊ പോസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ലെറ്ററിന്റെ പേര് ആ പോസ്റ്റ് ഓഫീസിന്റെ സ്റ്റാമ്പിങ്ങിനെ പതിപ്പിക്കും. അതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്കും യേശുക്രിസ്തുവിന്റെ സഹനങ്ങൾ പതിപ്പിക്കണമേ നിങ്ങൾ ഏറ്റുപറയുകയാണ്. പക്ഷേ പ്രശ്നം, സങ്കീർണമായ സാഹചര്യങ്ങളൊക്കെ നമ്മളത് സ്വീകരിക്കാനായിട്ട് നമുക്ക് പ്രയാസമാണ്. അപ്പോൾ സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് തന്നെ കർത്താവിനെ നീ സ്മരിക്കണമെന്നാണ്. പ്രഭാഷണ പുസ്തകം തന്നെ 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, വരുന്ന ദുർദിനങ്ങളെ സ്വീകരിക്കാൻ ഞെരുക്കങ്ങളിൽ, ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുതെന്ന് പറഞ്ഞു. ശാന്തത കൈവടിയാതെ ഈ പ്രശ്ന സങ്കീർണമായ ഈ സഹനങ്ങളെ ഏറ്റെടുക്കണമെന്ന് പറയുന്നത്. സങ്കീർത്തന പുസ്തകം 46-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വചനമാണ്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ദൈവം ഇതെന്തിനാ പറയുന്നത്? ശാന്തമാകുക. സഹനങ്ങളിൽ, ദുരിതങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ, മല പോലെ നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വന്നു നിൽക്കുമ്പോൾ നമ്മൾ പകച്ചു പോകരുത്, ശാന്തമാകുക. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു ക്രൈസ്തവരെന്ന നിലയിൽ നമ്മൾ എത്രമാത്രം ഈ സഹനങ്ങളെ സ്വീകരിക്കണമെന്ന് പത്രോസ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനത്തിലെ 4-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആണ് ഒരുവൻ പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ അതിൽ അവന് ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. സഹനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനും അഭിമാനിക്കാനും നമ്മൾ തയ്യാറാകണം. ഈ ജൂബിലി വർഷത്തില് 2025 ജൂബിലി വർഷമായിട്ട് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തിരിക്കുന്ന ജൂബിലി വർഷത്തില് പരിശുദ്ധ പിതാവ് 2025 ജനുവരി മാസത്തില് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ നമ്മളെ ക്ഷണിക്കുകയായിരുന്നു. റോമലേഖനം 5-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ നമുക്ക് ബലം നൽകുന്നതാണ് ആ പ്രത്യാശ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നിട്ട് പറഞ്ഞിട്ട് പിതാവ് ഈ സഹനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യാശ നമ്മെ നിരാശരാക്കാത്തത് കൊണ്ട് ഈ ഏത് പരീക്ഷണകാലത്തിലും നമ്മളെ ബലപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ ഏത് സഹന നിമിഷത്തിലും നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ഈ ദൈവത്തിന്റെ, അല്ലെങ്കിൽ ഈ സഹനത്തെ നമ്മൾ സ്വീകരിക്കണമെന്ന് പിതാവ് പറയുന്നു.
നമ്മൾ ദുർബലപ്പെടുത്തുന്ന രോഗങ്ങളുടെ സമയത്തും നമ്മളോട് പറയും. അപ്പൊ 3 കാര്യങ്ങളാണ് പിതാവ് അതിന് ഉപോത്ബലകമായിട്ട് പറയുന്നത്. സഹനത്തിലായിരിക്കുന്നവർക്ക് ദൈവം എപ്രകാരം സമീപസ്ഥനാണ് എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാമെന്ന് പറഞ്ഞ് പിതാവ് പറയുക. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ ഒരു കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തത്, അത് ഈ സഹനങ്ങളെ ഒരു വരദാനമായിട്ട് നമ്മൾ കാണണം. മൂന്നാമത്തത്, ഒരു പങ്കുവയ്ക്കൽ നമുക്ക് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. കണ്ടുമുട്ടൽ യേശു തൻ്റെ 72 പേരെയും ഈശോ പറഞ്ഞയക്കുന്ന ഭാഗം ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, നിങ്ങൾ രോഗികളെ കാണുമ്പോൾ, 10-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പറയുന്നത്, രോഗികളെ കാണുമ്പോൾ എന്താ പറയുന്നത്? രോഗികളുടെ ദൈവരാജ്യം നിങ്ങൾ അടുക്കലേക്ക് എത്തിയിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണം. എന്ന് പറയാൻ ആവശ്യപ്പെട്ട് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ വേദനയുടെ രോഗത്തിന്റെ രോഗികളോടാ പറയുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഇത് സ്വീകരിക്കാതെ സഹനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്വീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ അവസ്ഥയിലും പറയുന്നത് സഹനത്തിന്റെ നിമിഷത്തിലും ദൈവത്തെ കാണാനായിട്ട്, ദൈവത്തെ കണ്ടുമുട്ടാനായിട്ടുള്ളൊരു ശ്രമം നമുക്കുണ്ടാവണം. അപ്പോൾ ഒരു വലിയ അനുഗ്രഹമാണ് ഈ സഹനത്തിന്റെ നിമിഷത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുക. രോഗം, വേദന നിറഞ്ഞ രോഗത്തിന്റെ സമയത്തും നമ്മൾ എത്രമാത്രം നമ്മളതിൽ തിരിച്ചറിയണം. നമ്മൾ ഈ സഹനത്തിന്റെ നിമിഷത്തിൽ ദൈവത്തെ എങ്ങനെ കണ്ടുമുട്ടാൻ സാധിക്കും? അത് ഇമ്പോസിബിൾ ആണ് ഒരു രോഗിയെ സംബന്ധിച്ചോളം. അവനെയെല്ലാം വേദനിച്ച് സഹിച്ചൊക്കെ കിടക്കുന്ന സമയത്ത് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് പറയുന്ന സഹനം നമുക്ക്. രണ്ടാമത്, ഈ സഹനം ആയിരിക്കുന്നവൻ ദൈവം എങ്ങനെ സമീപസ്ഥനാണെന്ന്, സഹനത്തിൽ ദൈവം എങ്ങനെ സമീപസ്ഥനാണ്. സഹനത്തിന്റെ സമയത്ത് നമുക്കറിയാം, ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഏറ്റവും വലിയ വേദനയുടെ നിമിഷങ്ങളിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ട്. അവന്റെ വിയർപ്പുകളിൽ രക്തത്തുള്ളികളായി മാറിയപ്പോൾ ദൈവദൂതൻ അവനെ വന്ന് ആശ്വസിപ്പിച്ചത് നമുക്ക് കാണാം. ഈശോയുടെ സഹനയാത്രയിലെല്ലാം ആശ്വാസം കൊണ്ട്. അതുകൊണ്ടാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറയുന്നത്. നമ്മൾ കുരിശിന്റെ വഴി പോകുമ്പോൾ 3-ാം സ്ഥലത്ത് നമ്മൾ ഈശോ കുരിശോടുകൂടി നിലത്ത് വീഴുന്നു. ഈശോ കുരിശോടുകൂടി നിലത്ത് വീഴും, ഉപേക്ഷിക്കപ്പെട്ടില്ല. 4-ാം സ്ഥലമാകുമ്പോൾ മാതാവ് വന്ന് ആശ്വസിപ്പിക്കുന്നു, മാധവനെ കണ്ടുമുട്ടുന്നു, ആശ്വാസം പകരുന്നു. 5-ാം സ്ഥലത്ത് ശമയോൻ അവനെ സഹായിക്കുന്നു. 6-ാം സ്ഥലത്ത് വെറോനിക്ക തന്റെ തിരുമുഖം തുടയ്ക്കുന്നു. എങ്ങനെ? ഈശോ ഈ കണ്ണീരണിഞ്ഞുകൊണ്ട് മുൾമുടിയിൽ നിന്ന് രക്തമൊലിച്ചുകൊണ്ട് തൻ്റെ കൈ കൊണ്ടൊന്ന് കണ്ണു തുടയ്ക്കാനോ മുഖം തുടയ്ക്കാനോ പറ്റാത്ത വിധത്തിൽ മുള്ളുകൾ നിറഞ്ഞ സമയത്ത് വെറോനിക്ക ധൈര്യപൂർവ്വം അവൻ്റെ മുഖത്ത് ഒപ്പിയെടുക്കുക. അത് ഒപ്പിയെടുത്താലേ പറ്റുള്ളൂ, തുടയ്ക്കാൻ പറ്റില്ല. മനസ്സിലായി? 7-ാം സ്ഥലത്തിൽ ഇങ്ങനെ 2-ാം പ്രാവശ്യം വീഴുമ്പോൾ, 8-ാം സ്ഥലമാകുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാനായിട്ട് ഓടി വന്ന് കരയുന്ന നമ്മുടെ ജെറുസലേമിലെ സ്ത്രീകളെ കാണുന്നു. അതുകൊണ്ട് ഏത് നിമിഷത്തിലും കർത്താവ് സമീപസ്ഥനാണ്. നമ്മളൊന്നും കണ്ടുമുട്ടുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മുടെ വേദനയുടെ നിമിഷങ്ങളെല്ലാം കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ഈ സഹനങ്ങളിലായിരിക്കുന്നവർക്ക്, അതാണ് ഈ പൗലോസ് പറയുന്നുണ്ട്, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ആർക്കും സാധിക്കില്ല. റോമലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നില്ലേ? അപ്പോൾ ഈ മൂന്നാമത്തായിട്ട് നമുക്ക് പറയുന്നത്, ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സഹനത്തിൽ നമ്മൾ എപ്പോഴും ഒരു പങ്കുവയ്ക്കലുണ്ടാകണം. സഹനത്തെ പങ്കുവയ്ക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 ഇടങ്ങളിലും ഈ പങ്കുവയ്ക്കലും ഈ കണ്ടുമുട്ടലും ഇതെല്ലാം സഹനത്തെ നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ വരദാനമായി ലഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വചനത്തിന്റെ ഉറപ്പ് നമ്മൾ ഈ സ്നേഹത്തിന് എന്നെ ആർക്കും വിടുവിക്കാൻ സാധിക്കില്ലെന്ന് പൗലോസ് പറഞ്ഞതുപോലെ, ഈ സ്നേഹത്തിലായിരിക്കുമ്പോൾ, ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും സഹനം നമുക്ക് നിരാശ തരുന്നില്ല, പ്രത്യാശയാണ് നമുക്ക് തരുന്നതെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ ഈ നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് അങ്ങനെ സഹനത്തിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ വിശുദ്ധിയോടുകൂടി വളരെ 10 ദിവസമായി ഇങ്ങനെ ഈ തീർത്ഥയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളിലേക്ക് ചൊരിയുന്ന എല്ലാ ദൈവത്തിനും നന്ദി പറയാം.
കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും അറിയാം. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ഈശോ സഹിച്ചത് വേദനയോടുകൂടി ഉൾച്ചേർന്നുകൊണ്ട്, കർത്താവെ, പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സഹനങ്ങളെ ആശ്വാസപ്രദമായും അനുഗ്രഹമായും മാറ്റാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, എന്നെ കേട്ട ഈ സമൂഹത്തിലെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.